നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ശനി കുംഭത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കുംഭത്തിൽ തന്നെയാണ് ബുധനും സൂര്യനും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ നിലനിൽക്കുന്നതിനാൽ ത്രിഗ്രഹി യോഗം രൂപപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ശനിയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന ഈ സമയം ധനയോഗവും രൂപപ്പെടുന്നതാകുന്നു. അമൂല്യമായ ധനയോഗത്താൽ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഈ രാശിക്കാർക്ക് പൊതുഫലത്താൽ സാധിക്കുന്നതാണ്. അനവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഏതെല്ലാമാണ് ആ നേട്ടങ്ങൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക, വായ്പ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല വിധത്തിലും സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിൽ അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അനവധി നേട്ടങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബിസിനസ് പരമായി നോക്കുമ്പോൾ തൊഴിൽപരമായ പുരോഗതി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. പ്രധാനമായും ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വരുമാന മാർഗം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. ധനപരമായ നേട്ടങ്ങൾ പോലും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില തടസ്സങ്ങൾ ഒഴിഞ്ഞ കാര്യ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക, പുതിയ ജോലി ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം പ്രധാനമായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭമാണ്. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. സ്വന്തമാക്കുവാൻ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ അനവധി കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജോലിയിൽ മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ, ഉയർന്ന ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രധാനമായും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. പല ആവശ്യങ്ങളും കുടുംബത്തിന്റെ നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് വന്നു ചേരുക. താൽക്കാലികമായ തൊഴിൽ ലഭിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. താൽക്കാലികമായ ആശ്വാസം, പ്രധാനമായും സമയം അല്പം നീട്ടി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാൽ അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആയി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും.
വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും ഈ സമയം ക്ഷോഭം ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ്. ബിസിനസ് പരമായ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല വിധത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിലുണ്ട്. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വർദ്ധിക്കുന്നു എങ്കിൽ പോലും അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങൾ പലതും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം നേടിയെടുക്കുവാൻ, പണം സ്വരൂപിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭാവിയിലേക്ക് നീക്കിയിരിപ്പ് വേണം എന്ന ചിന്തയാൽ പല കാര്യങ്ങളും ചെയ്യുകയോ അത് തുടർന്നു കൊണ്ടുപോകുവാനോ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല സമ്പാദ്യ പദ്ധതികളുടെയും ഭാഗമാകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. വളരെ കാലമായി ലഭിക്കാനുണ്ടായിരുന്നതായ ധനം ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിന് താല്പര്യം തോന്നുന്നതായ പലവിധ കാര്യങ്ങൾ, അനവധിയാർന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം വർദ്ധിക്കുകയും യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. പ്രധാനമായും താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. പ്രധാനമായും പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക.